ബ്രോ ദുൽഖർ വേണ്ട എന്ന് വെച്ചാൽ ആ പടം 8 തലയാണ്. അത് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സംഭവം വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു പടത്തിൽ ഏറ്റവും വലിയ പോരായ്മ മിസ്കാസ്റ്റ് തന്നെയാണ്. ദുൽഖർ, സൂര്യ, നസ്രിയ ഇവർ മൂന്നുപേരെയും കൊണ്ടുവന്ന് നിർത്തിയിട്ട് നടിപ്പിൻ നായർ വരെ ശിവകാർത്തികൻ വരുമ്പോഴത്തേക്ക് തന്നെ ഒരുപാട് സീൻസൊക്കെ ചേഞ്ച് ചെയ്തു. സുധ തന്നെ പറഞ്ഞിട്ടുണ്ട് സൂര്യ ചെയ്ത സീനുകൾ ശിവകാർത്തിയിൽ വന്നപ്പം ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അതുപോലെ പടത്തിലുണ്ട്. അതായത് കണ്ടൻറ്റും സുധയുടെ വിഷനും എല്ലാം പക്കയാണ്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പടം എക്സിക്യൂട്ട് ചെയ്ത രീതിയൊന്നും നമുക്കൊരു ഇമ്പാക്റ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. 1-2 മൊമെൻറ്റ്സ് ഒരു ഹൈ ആയിട്ട് കൊണ്ടുവന്ന് കത്തിച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് വീണ്ടും അത് പോവുകയാണ്. ഭയങ്കര ക്ലാസ് ആക്കി ലെങ്തായിട്ട് കൊണ്ടുവന്നാണ് പടത്തിൽ ഏറ്റവും വലിയ പോരായ്മ. പടത്തിൽ രാഷ്ട്രീയം കടത്തിക്കൊണ്ട് നെഗറ്റിവിറ്റി ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അതുമായിട്ട് 100% നെഗറ്റിവിറ്റി ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ജനനായക റിലീസ് നിർത്തി ഈ പടം റിലീസ് ചെയ്തതുകൊണ്ട് വിജയ് ഫാൻസിൻ്റെ ഇടയിൽ നിന്നും ഒരുപാട് രീതിയിൽ ശിവകാർത്തികൻ ഹേറ്റേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഈ പടം ഒരിക്കലും തമിഴ്നാട് സർക്കാരിനോ വിജയിനോ ഒന്നും അല്ല നോക്കിയിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് മെയിൻ. അവർക്കുള്ള ഇതാണ്. BJP ആണ് ഈ പടത്തിനെ ഇത്രയാക്കിയത്. വിജയുടെ പടം അതുപോലെ തന്നെ. ഇന്നലെ ആ പടം റിലീസ് ചെയ്തിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ട്രെയിലറോട് ആൾക്കാർക്ക് നല്ല പ്രതീക്ഷയെല്ലാം പോയി. ഭഗവന്തി കേസർ റീമേക്ക് എന്ന് പറഞ്ഞ് ഇരുന്ന് ആ പടം ഇറങ്ങി ചിലപ്പോൾ 8 തലയിൽ പൊട്ടിപ്പോയെങ്കിൽ ഇവന്മാരിപ്പോൾ ഇതാക്കിയിട്ട് കത്തിയിൽ വിജയ് പറഞ്ഞ അതേ ഡയലോഗാണ്. ലോക്കൽ മുതൽ നാഷണൽ ചാനൽ വരെ ട്രെൻഡിങ് ഉണ്ടാക്കി. ഇനി ആ പടം ഇറങ്ങുമ്പം 100% അത് 1 ഹിറ്റായിരിക്കും. ഇവന്മാരാക്കി കൊടുത്താണ്. ഈ BJP എന്തിനാണ് പേടിക്കണതെന്ന് ഒരു രീതിയിൽ മനസ്സിലായി. സെൻട്രൽ ഗവൺമെൻറ് അവന്മാരിൽ, കേന്ദ്രം അവരുടെ കയ്യിൽ, കേരളം അവരുടെ കയ്യിൽ. എന്നിട്ട് തന്നെയാണ് പേടിക്കണത്. 10 സിനിമ തുടങ്ങിയാണ്. ബീഫിനെ പേടി, ദീപികയുടെ ഇൻ്റർവ്യൂറിനെ പേടി, വിജയെ പേടി, വിജയുടെ സിനിമയെ പേടി. ഇതിലേക്ക് ആവശ്യമെന്ത്? ഇവന്മാർ സിനിമയായിട്ട് കണ്ടാതിരുന്ന പ്രശ്നമേ ഉള്ളൂ. പരാശക്തിയും അത് തന്നെയാണ് വന്നത്. ശിവകാർത്തികൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പടത്തിൽ അത്രയും ഹൈ വന്നത് ഈ ഒരൊറ്റ BJP വിഷയം കൊണ്ട് മാത്രമാണ്. പാർട്ടിക്കുള്ള സംഭവം തന്നെയാണ്. എന്നിരുന്നാൽ പോലും അവർ പാർട്ടിക്കെതിരില്ല. അവർ നിങ്ങളെ പാർട്ടി നമ്മളെ തലയിൽ അടിച്ചേപ്പിക്കുന്ന എന്തിനാണ് തന്നെ ചോദിക്കുന്നത്. ഭാഷയെ വെച്ചാണ് ഈ പടം പറഞ്ഞത്. പക്ഷേ അത് ശിവകാർത്തികൻ ആയതുകൊണ്ടാവും നമുക്ക് വലിയ ഇമ്പാക്റ്റ് ഫീൽ ചെയ്യുന്നില്ല. സൂര്യൻ, ദുൽഖർ അവരൊക്കെ ആയിരുന്നെങ്കിൽ ആ ഒരു റേഞ്ചിൽ വന്നെങ്കിൽ പടത്തിൽ ഏറ്റവും വലിയ പടം മിസ്കാസ്റ്റ് തന്നെയാണ്. പടം വലിയതായിട്ട് പോകില്ല, വീഴും.